മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ഡോക്ടർ ഷെറിൻ, MKH ഹോസ്പിറ്റൽ തിരൂരങ്ങാടിയിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റി സംസാരിക്കാനാണ്. ഒരു 15 വയസ്സ് തികയുമ്പോൾ മുതൽ നമ്മുടെ ഒരു 13-15 വയസ്സിലാണല്ലോ നമ്മുടെ ആർത്തവത്തിൻ്റെ ആരംഭം ഉണ്ടാവുക. അത് മുതൽ നമ്മൾ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യം മെൻസസ് ആവുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയും, പിന്നെ ഒരു ചുവന്ന കളറ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയപ്പാടാ. പിന്നെ പേരൻസാണ് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അത് പേടിക്കേണ്ട വിഷയമൊന്നുമല്ല, അത് ഋതുമതിയായി എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഹോർമോണൽ ചേഞ്ചസ് തുടങ്ങും കുട്ടികളിൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അത് പിന്നെ സൈക്കോളജിക്കലി ചില പ്രശ്നങ്ങൾ, ചിലപ്പം ഓപ്പോസിറ്റ് സെക്സിലെ കുട്ടികളോട് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരോടുള്ള അടുപ്പം, അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ വിഷയങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഗൈഡൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ സൂയിസൈഡ് പോലത്തെ വിഷയങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല. എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. പരിഹാരം നിർദ്ദേശിച്ചു തരാനുള്ള അതിന് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് കുറേ സംശയങ്ങളുണ്ടാവും സ്ത്രീകൾക്ക്, ആരോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അടുത്തുള്ള ഫാമിലി ഡോക്ടറോടോ അതല്ലെങ്കിൽ പരിചയത്തിൽ ഈ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് പഠിക്കുന്ന പലരോടും ആയിരിക്കും നമ്മൾ ചോദിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള വിവരം ആവണമെന്നില്ല. ശരിക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിവരം കിട്ടണമെങ്കിൽ അതിൻ്റെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ബന്ധപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി ആകുമ്പോഴുള്ള വിഷയങ്ങൾ. ഡെലിവറി ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ഒരു രീതികളുണ്ട്. ആ രീതികൾ പ്രകാരം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാല് രണ്ടും കെട്ടിയിടണം, അനക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. കുറച്ചൊക്കെ ഇപ്പോൾ ഒക്കെ കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ധാരണകളുണ്ട് നമ്മളുടെ സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ച് അങ്ങനെ പോകും. അതുപോലെ പ്രസവാനന്തര ചികിത്സ, നമ്മൾ ഇങ്ങനെ തന്നെ ലേഹ്യങ്ങൾ കഴിക്കണം, എന്നാലാണ് ആരോഗ്യത്തിന് പുഷ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മോഡേൺ നമ്മൾ മെഡിക്കൽ സയൻസിൽ സാധാരണ ഭക്ഷണം കഴിച്ചാൽ മതി, പ്ലസ് നമ്മൾ കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അല്ലാണ്ട് ലേഹ്യമൊന്നും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിക്കാത്തവർക്കാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കുട്ടി അല്ലെങ്കിൽ കട്ടി എന്നാണ് പറയുക. ചിലപ്പോൾ വയറിലൊരു മുഴ, തടിപ്പ്, അതുപോലെ ബ്രസ്റ്റിൽ എന്തെങ്കിലും തടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു ചെറിയ ചമ്മലൊക്കെയാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല. എല്ലാവരും സെൽഫായിട്ട് ബ്രസ്റ്റൊക്കെ മസാജ് ചെയ്യണം. എന്തെങ്കിലും തടുപ്പോ നീർക്കെട്ടോ എന്തെങ്കിലും കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ തേടണം. കാരണം അതൊരു നമുക്കറിയാം അവിടെ ഒരു മുഴയുണ്ട്, പക്ഷെ അത് പറയാനുള്ള മടി കാരണം അത് പറയാണ്ട് പോയി കഴിയുമ്പോൾ അത് പിന്നീട് ഒരു ക്യാൻസറിൻ്റെ ഒരു 3ാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നേരത്തെ പറയാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഗർഭപാത്രത്തിൽ മുഴ, ഇതൊക്കെയാണ് സ്ത്രീകളിൽ സാധാരണ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ. പിന്നെ അമിത രക്തസ്രാവം, വെള്ളംപോക്ക്, ഇന്ന് എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ട്. പക്ഷേ നമ്മളിത് കറക്റ്റ് സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ട, നമ്മളെ അടുത്ത് കെയർ ചെയ്യുന്ന നമ്മളുടെ ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ നമ്മളുടെ വാപ്പ, ഉമ്മ, അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരോട് കറക്റ്റ് സമയത്ത് ഇത് തുറന്നു പറയണം. തുറന്നു പറയാത്തൊരു പ്രശ്നം കൊണ്ട് അത് ഒരിക്കലും നമ്മളത് ഡയഗ്നോസ് ചെയ്യാണ്ട് പോകരുത്. ഒരു ചെറിയ തടുപ്പാണെങ്കിലും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഒന്നത് സ്ഥിരീകരിച്ചാൽ അതായിരിക്കില്ലേ നല്ലത്.
പിന്നെ അങ്ങനെ ഒരു 30 കഴിഞ്ഞു, പിന്നെ 35 കഴിഞ്ഞു, പിന്നെ 40-45 ആകുമ്പോഴത്തേക്ക് ചൂട് തുടങ്ങും. ശരീരം ഇങ്ങനെ ചുട്ടു പോകാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയില്ല. മെൻസസ് പെട്ടെന്ന് നിൽക്കും. പിന്നെ അങ്ങോട്ട് ദേഷ്യം കൂടുതലാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ മരുമോൾ വന്നിട്ട് പറയും, ഉമ്മാക്ക് ഭയങ്കര ദേഷ്യമാണ്, വെറുതെ വെച്ചുണ്ടാക്കും, ചൂടാവും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് മെനോപോസിൻ്റെ തുടക്കമാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ശരീരം തണുപ്പിക്കേണ്ട കുറച്ച് മാർഗങ്ങളുണ്ട്. അതുപോലെ ചിലപ്പോൾ ചില ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാൽ ഒന്ന് ശരിയാവും. പിന്നെ വേദനകളുണ്ടാവും. 30 കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ ബോൺ ഡെൻസിറ്റി, എല്ലിൻ്റെ ബലം കുറയും. അപ്പോൾ 30 മുതൽ നമ്മൾ ഭക്ഷണത്തിൽ കാൽസ്യം ഉൾപ്പെടുത്തണം. പാലുൽപ്പന്നങ്ങൾ. ഇനി അത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ആ കറക്റ്റ് എമൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടാബ്ലറ്റ്സ്, കാൽസ്യം ടാബ്ലറ്റ്സ് എങ്കിലും കഴിക്കണം ഇടയ്ക്ക്. അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ ഒരു 40 കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദന, കാലുവേദനയൊക്കെയാണ്. ഞാൻ പണ്ട് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ, ഞാൻ മതത്തിനടുത്ത് പറയണതല്ല കേട്ടോ, പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ മുസ്ലിം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഷുഗർ, പ്രഷർ പോലത്തെ അസുഖം കാണുന്നത്. ഹിന്ദു സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വേദന മാത്രമാണ്. കാരണം നന്നായിട്ട് വ്യായാമം ചെയ്യും, ആയ കാലത്തൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, പണിക്ക് പോവും. നമ്മൾ അങ്ങനെ അധികം പണിക്ക് പോകില്ല. പിന്നെ നമ്മളുടെ ഭക്ഷണ രീതി, ബീഫും കാര്യങ്ങളൊക്കെ നല്ല കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും, സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു 30-35 മുതൽ തന്നെ നമ്മൾ എക്സസൈസൊക്കെ തുടങ്ങണം ബോഡീൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് മെനോപോസ് സമയത്ത് ഭയങ്കര ശരീരത്തിൽ ചൂട് കൂടും, അതുപോലെ ദേഷ്യം കൂടും, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മളെ പേരക്കുട്ടികളോടോ മക്കളോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറയുക. വിദഗ്ധ സഹായം ആവശ്യമാണെങ്കിൽ അത് എടുക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ MKH ഹോസ്പിറ്റല് അവിടെ വുമൺ വെൽനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. അവിടെ ഞങ്ങൾക്ക് 5 ഗൈനക്കോളജിസ്റ്റുകളാണുള്ളത്. ഒബ്സ്ട്രക്ടീഷ്യൻസ് 5 എണ്ണവും 2 ഗൈനക്കോളജിസ്റ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും അവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വരാം, മീറ്റ് ചെയ്യാം, നമ്മളെ ഡോക്ടറെ അടുത്ത് മീറ്റ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം, വേണ്ട ചികിത്സ എടുക്കാം. അപ്പോൾ ഇനി ആരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സ്ത്രീകളിൽ വിവാഹം കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ആരോടും പറയാൻ പറ്റാത്ത, ഈവൻ ഒരു അമ്മായിമ്മനോട് പോലും പറഞ്ഞാൽ ഡിവോഴ്സ് നടക്കുമെന്നുള്ള അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്കവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം. എല്ലാ സ്ത്രീകളുടെ എല്ലാ ആംഗിളിൽ നിന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു വിദഗ്ധ ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ആരും ഒന്നും മറച്ചു വെക്കില്ല. അതായത് നമ്മളുടെ അസുഖങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി 1ാമത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട പലതും 3ാമത്തെ സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ തടിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. അപ്പോൾ അതിന് കുത്തിയെടുത്ത് നീരൊക്കെ പരിശോധിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. അതുപോലെ ഇന്ന് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആധുനിക രീതിയിൽ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. നമ്മൾ മെൻസസ് നിൽക്കുന്ന ആൾക്കാർക്ക് ഹോർമോൺ വരെ ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. വേണ്ട വിദഗ്ധ അഭിപ്രായം ചോദിച്ച് അതിന് വേണ്ട ചികിത്സകളൊക്കെ ചെയ്യുക. അതും തന്നെ അപ്പുറത്തുള്ള നമുക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വാട്സാപ്പാണ് നമ്മളെ ടീച്ചർ, അതല്ലെങ്കിൽ അപ്പുറത്തെ മറ്റേ നമ്മളെ അയൽവാസി താത്ത പറഞ്ഞ പോലെ, അങ്ങനെയൊക്കെയാണ് പലരും വിദഗ്ധ ഒപ്പീനിയൻ, അതൊക്കെയാണ് പലരുടെയും വിദഗ്ധ ഒപ്പീനിയൻ. പക്ഷെ അങ്ങനെയല്ല. അത് കാരണം നമ്മൾ പലരും മിസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ആൾക്കാരെ കണ്ട് കറക്റ്റ് വിദഗ്ധമായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ
എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ മറുപടി പറഞ്ഞതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൈ പൊക്കി കാണിച്ചാൽ മതി. ആ താത്ത ചിരിക്കുന്നുണ്ട്, എന്തോ ചോദിക്കാണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഏതെങ്കിലും ഡോക്ടറോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇതാണ് കറക്റ്റ് അവസരം. അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. അപ്പം ആർക്കും ഒന്നും ചോദിക്കാമല്ലേ? ആ, നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇവിടെ വന്നതാ, മടിക്കണ്ട. അല്ല, ഇവിടുന്ന് ചോദിച്ചോളൂ, അപ്പൊ എല്ലാവർക്കും കേൾക്കാലോ. നിന്നാലുണ്ടാവണ ഈ പുകച്ചിലിനെ പറ്റി കുറച്ചാലായിട്ട് ഭയങ്കര പുകച്ചിലാണ്. മരുന്നുകൊണ്ടൊന്നും ഒരു ആശ്വാസം കിട്ടിയിട്ടില്ല. അപ്പം അതിനെന്ത് നമുക്ക് പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള. പ്രകൃതിപരമായിട്ട് ചെയ്യാനാണോ അങ്ങനെ ഉദ്ദേശിച്ചത്? മരുന്ന് കഴിക്കുന്നുണ്ട്, ആശ്വാസം കിട്ടിയിട്ടില്ല. പക്ഷെ ശരീരമൊക്കെ അങ്ങനെ ചുട്ടുപൊട്ട് വേർത്തൊലിക്കാണ്. ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കാൽസ്യം കുറയും ഒരു മെനോപോസ് 40 ആയി കഴിഞ്ഞാൽ. അപ്പോൾ അത് കാൽസ്യം സപ്ലിമെൻറ്റ്സ് വേണം. അതുപോലെ ചൂടാഹാരങ്ങൾ കുറച്ചിട്ട് കുറച്ചുകൂടെ ശരീരത്തിന് കുളിര് കൊടുക്കുന്ന, അതായത് ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. ചൂടാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ശരീരത്തിന് ചൂടാക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചിട്ട് ധാരാളം ഇലക്കറികൾ, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ ടെൻഷൻ നിയന്ത്രിക്കണം, സ്ട്രെസ്സ് പാടില്ല. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണുക. അപ്പോൾ അവർ വേണ്ട നിർദ്ദേശങ്ങൾ ബാക്കി അവർ പറഞ്ഞുതരും. ഭക്ഷണം ഒരു പ്രധാന ഫാക്ടറാണ്. നമ്മളുടെ ജീവിത ശൈലി വേറൊരു പ്രധാന ഫാക്ടറാണ്. സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതുപോലെ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് മാത്രമല്ല, ഇത് നമ്മളുടെ ഏജ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. മനസ്സിന് ഇതിങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കൂടുമ്പോൾ ഇത് കൂടുകയും ചെയ്യും. നമ്മളെ മനസ്സും നമ്മളെ വയറും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ അല്ല, ഇവിടെ. അങ്ങനെയാണ് മോഡേൺ വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പം ഇതും നമ്മുടെ വയറും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ടെൻഷൻ വന്നാൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ശാരീരികമായ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. എത്രത്തോളം നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊള്ളുന്നു അത്രത്തോളം നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു, അത്രത്തോളം നമ്മളുടെ ആ ദുരിതങ്ങളൊന്ന് കുറയും. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏതൊരു അസുഖത്തിനും നമ്മൾക്ക് അതിനോട് പൊരുതാനും ഉള്ള ഒരു പവർ തരുന്നത്. ക്യാൻസറിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ക്യാൻസർ പോരാളികൾ പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഇച്ഛ തന്നെയാണ്. അപ്പോൾ എത്ര വലിയ പെയിനും നമുക്ക് മനസ്സുകൊണ്ട് കീഴടക്കാൻ പറ്റുന്നതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ ഇത്രയും ആൾക്കാരിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. നിങ്ങളുടെ പേരെന്തായിരുന്നു? ജബീല. ഒരാൾ മാത്രമല്ല, ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ്. പലർക്കും മറ്റൊരവസ്ഥകൾ വന്നിട്ടുണ്ട്.
അതായത് ചില സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ മുഴകൾ വരാറുണ്ട്. പലർക്കും അത് റിമൂവ് ചെയ്ത് സുഖം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും 1-2 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അതുപോലെ തന്നെ അണ്ഡാശയത്തിനകത്ത് മുഴകൾ വരുന്നുണ്ട്. പലരും മെഡിസിൻ കഴിച്ച് മാറുമെന്ന പ്രതീക്ഷയിലാണ്. അതെന്താണ് വീണ്ടും അങ്ങനെ വരാനുള്ള കാരണം? അത് ഇതുപോലെ സർജറി ചെയ്യേണ്ടി വരുമോ എന്നൊരു സംശയം. ഗർഭാശയത്തിൽ മുഴ വരാൻ കാരണം ഹോർമോൺ, അവിടെയും ഹോർമോണാ കളി. എല്ലായിടത്തും ഒരു ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും ശരീരത്തിൽ മെയിൻ എല്ലാ കളികളും കളിക്കുന്നത് നമ്മുടെ ഹോർമോൺസാണ്. ഹോർമോണിലുള്ള ഈ വ്യതിയാന താളക്രമ വ്യത്യാസങ്ങളിലാണ് നമുക്ക് പല അസുഖങ്ങളും പുറത്തേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ ചോദിച്ചതുപോലെ ഈ അണ്ഡാശയത്തിൽ മുഴ വരാം, പിന്നെ ട്യൂബിൽ മുഴ വരാം. മുഴ പലയിടത്തും വരാം, മുഴ പല ടൈപ്പിൽ വരാം. ചിലപ്പോൾ ഇപ്പോൾ ഗർഭപാത്രത്തിലാണെങ്കിൽ പുറത്ത് വരാം, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വരാം, ഉള്ളിലും പുറത്തും കൂടെ വരാം. അങ്ങനെ ഇതൊക്കെ പല തരത്തിലാണ്. അപ്പോൾ ഒരിക്കൽ വന്നു പോയ ചിലപ്പോൾ സിസ്റ്റുകളായിരിക്കും. സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുമിളകളാണ്, അത്ര പ്രശ്നമില്ലാത്തതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ വലിയ മുഴയായിരിക്കും. ചിലപ്പോൾ ഇത് സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ക്യാരക്ടർ മാറും. പിന്നെ അത് നമ്മൾ ആ ഒരു മുഴേനെ പിന്നെ നമ്മളത് കുത്തിയെടുത്ത് വേറെ രീതി മൈക്രോബയോളജി, പത്തോളജി എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പേര് മാറും, അത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഒരു മുഴയല്ല, ഒരു ടൈപ്പ് മുഴയല്ല, അത് പലതരം മുഴകളാണ് വരിക. ഗർഭപാത്രത്തിൽ തന്നെ ഒരേ പേരുള്ള സാധനം മുഴയാണ്, പേര് മുഴയാണ്, പക്ഷെ അതിനെ പല തരത്തിലുണ്ട്. പിന്നെ ഒരിക്കൽ വന്ന മുഴ പിന്നെയും എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഹോർമോണല്ല. ഇതൊക്കെ ഈ മുഴയല്ല പ്രശ്നം, അവിടെ നമ്മുടെ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഹോർമോൺ ഒരിക്കൽ നമ്മളെടുത്തത് കളഞ്ഞു, പിന്നെയും ഹോർമോണിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോൾ വീണ്ടും മുഴ വരാനുണ്ട്. പക്ഷേ ഒരാൾക്കത് വന്നെന്ന് വെച്ചാൽ പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ്. അപ്പോൾ അത് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അതിനുള്ള സർജിക്കൽ റിമൂവൽ ഉണ്ട്. ചിലത് ആദ്യകാലങ്ങളിൽ മരുന്ന് കൊടുക്കും, ചിലതൊക്കെ മരുന്ന് കൊടുത്താൽ തന്നെ പോകുന്ന മുഴകളുണ്ട്. അപ്പോൾ അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് പോകുന്നില്ലെങ്കിൽ ഒരു 3 മാസം, ഒരു 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ അളവ് ചുരുക്കും. അങ്ങനെ പോകുന്നില്ലെങ്കിൽ പിന്നെ അത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഗർഭപാത്രം വെച്ചിട്ട് റിമൂവ് ചെയ്യും, അതല്ലെങ്കിൽ ഗർഭപാത്രം കൂടെ എടുത്തിട്ട് റിമൂവ് ചെയ്യണ മുഴകളുണ്ട്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുക ഡോക്ടറായിരിക്കും. അത് ഏത് തരത്തിലാണ്, ഏത് കാറ്റഗറിയാണ്, അതിൻ്റെ ഏത് ഹോർമോൺ കൊണ്ടാണ് ആ മുഴ ഉണ്ടായത്, അത് കുമിളയാണോ അതല്ലാതെ ശരിക്കും മുഴയാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് അത് വരാം, ചിലർക്ക് അത് ചിലപ്പം വരണം എന്നില്ല, പിന്നീട് വരണം എന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ ഒരു ഡോക്ടറെ കാണുമ്പോഴാണ് അവർക്കത് ഏത് ടൈപ്പാണെന്ന് പറയാം, റിക്കറൻ്റ് പിന്നീട് വരാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കാണുക. പിന്നെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് പറയാൻ കഴിയുന്നത് ഡോക്ടർക്കായിരിക്കും ഏതാണ്. അതൊക്കെ ഒരു പേര് മുഴ എന്ന പേരുള്ളൂ, പക്ഷെ അത് പല തരത്തിലുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് നമുക്കത് ഇന്നതായിരിക്കും. അല്ലാണ്ട് അപ്പുറത്തെ നസീറാക്ക് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ റസിയാൻ്റെ മുഴയും നസീറാക്ക് വന്നു, അപ്പോൾ ആ മുഴ പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെയും വന്നു. അപ്പോൾ ഇപ്പുറത്ത് റസിയാക്കും അങ്ങനെ തന്നെയാണെന്നല്ല, അത് എന്താണെന്നുള്ളത് ഡോക്ടർ കണ്ടറിഞ്ഞ് അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കില്ല. അല്ലാണ്ട് മറ്റൊരാൾക്ക് അങ്ങനെ വന്നോ, എനിക്കങ്ങനെ വന്നു അപ്പോൾ മറ്റാൾക്കും അങ്ങനെ ആവണമെന്നുള്ള ആയിരിക്കില്ല. നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള പേടി അതാ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പേ നിനക്ക് അങ്ങനെയായിരുന്നോ, അപ്പോൾ എനിക്കിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വെക്കും, മറ്റാൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു മുൻധാരണയുടെ ആവശ്യമില്ല. അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് കറക്റ്റായിട്ടുള്ള തീരുമാനം അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ പല സഹോദരിമാരുടെയും ഇതുപോലെ തന്നെയുള്ളൊരു സംശയമാണ് മന്ത്ലി പീരീഡ്. അത് 7 days തന്നെയാണ്, പക്ഷേ ഓവറായിട്ട് ബ്ലഡ് ഉള്ള ഒരവസ്ഥ. പക്ഷെ നമുക്ക് ഒരു നോർമലി അല്ല, അതിനപ്പുറത്തേക്ക് അത് സ്വന്തം തോന്നുന്നത് അത് അസുഖമാണെന്നാണ്. പക്ഷേ
പറയാനുള്ള പേടി, ഡോക്ടറെ അടുത്ത് ചെന്നാൽ എന്ത് പറയും എന്നുള്ള പേടി. സത്യത്തിൽ അത് അസുഖമാണോ? 7 days ആണ്, പക്ഷേ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഒരു അവസ്ഥ. അത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. മാസമുറ തുടങ്ങുന്നത് 13-15 വയസ്സിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അത് സ്ഥിരമാവാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഒരു 2-3 വർഷം എടുക്കും ഒരു കുട്ടിയിൽ അത് കറക്റ്റായിട്ട് വരാൻ. അപ്പോൾ ചിലപ്പോൾ ഈ മാസം വന്നിട്ടുണ്ടാവും, പിന്നെ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കും ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെറ്റും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. 3 മാസം അടുപ്പിച്ചിട്ട് അളവിൽ കുറയുകയോ കളറിൽ വ്യത്യാസം വരികയോ അളവിൽ കൂടുകയോ തീരെ വരാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് കൂടെ താമസിക്കുകയോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3 മാസം ഒന്ന് ഡിലേ വന്നാൽ വേറെ സിംറ്റംസ് ഒന്നുമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അത് സാധാരണയാണ്, നമ്മൾ പേടിക്കേണ്ട ഒരവസ്ഥയൊന്നുമല്ല. 3 മാസമായിട്ട് മാസമുറ തെറ്റുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് വിശദമായിട്ടുള്ള അഭിപ്രായം ചോദിക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് എനിക്കിതിനെപ്പറ്റി പറയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ മാറിയെന്ന് കരുതുന്നു. ഞാനിനി എൻ്റെ റൂബി മാഡത്തിന് കൊടുക്കാം. ബഹുമാന്യരെ, ശ്രദ്ധേയമായ ചില അവതരണങ്ങൾ നമ്മിൽ സ്ഥിരമായി അറിയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പലപ്പോഴും ചോദിക്കാൻ മടിക്കുന്ന ആളുകൾക്ക് അറിവിനായി വേണ്ടി മാത്രമാണ് നമ്മൾ പ്രശസ്തയായ ഡോക്ടർ ഷെരീനെ ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടി കിട്ടിയത്. എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമുക്കിതുപോലെ മാസത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെ കൊണ്ടുവന്ന്, അതുപോലെ മറ്റു ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഈ സഭയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കാം. നമ്മുടെ ക്ലാസ് റൂമുകളിൽ, ഹാളുകളിൽ വെച്ച് നമ്മുടെ ഈ രക്ഷിതാക്കൾക്ക് ആവശ്യമായ ഇത്തരം വിവരങ്ങൾ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഓരോരോ രോഗങ്ങളെക്കുറിച്ച്, സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് 40 വയസ്സ് 40 above ഏജ്, ദാറ്റ് ഈസ് കറക്റ്റ്, റൈറ്റ്? 40 above, റൈറ്റ്. സാധാരണഗതിയിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഭർത്താക്കന്മാർ മരിച്ചു പോയവർ, ഭർത്താക്കന്മാർ ഓടിപ്പോയവർ, ഭർത്താവിൻ്റെ സാന്നിധ്യം കിട്ടാതെ ദേഷ്യം പിടിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ വിദഗ്ധമായ നിർദ്ദേശങ്ങളുമായി നമുക്ക് അടുത്ത കൊടുക്കാം. ഏറ്റവും പ്രഗത്ഭയായ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ് ഡോക്ടർ റൂബി. അവരുങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്ത് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പ്ലസൻറ്റ് ഗുഡ് ഈവനിങ് ടു ഓൾ. ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ PMSA LP സ്കൂൾ കാച്ചടിയിൽ നിങ്ങളെല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇങ്ങനൊരു സ്കൂളുള്ളതും ഇങ്ങോട്ട് വരുന്നതും KP സാറിൻ്റെ സ്കൂളാണെന്ന് അറിയുന്നതും. അപ്പോൾ തന്നെ ആദ്യം കേട്ടു ഈ തിരുരങ്ങാടി തന്നെ ആദ്യത്തെ സ്കൂളായിട്ട് PT അവാർഡ് കിട്ടിയ ഫംഗ്ഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് എത്ര എഫേർട്ട് ഇതിൻ്റെ പിന്നിലെ ഈ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരൻസും എടുത്തിട്ടുണ്ടാവുമെന്ന്. സോ എസ്പെഷ്യലി ഓൺ ബിഹാഫ് ഓഫ് MKH മാനേജ്മെൻറ്റ് വി കൺഗ്രാജുലേറ്റ് യു ഓൾ. സോ മേ ആൾമൈറ്റി ബ്ലെസ് യു ഓൾ. പിന്നെ എൻ്റെ ഒരു ഭാഗം പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ മാഡം പറഞ്ഞു തന്നു. ഞാൻ കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ, ഹെൽത്തി ഹാബിറ്റ്സുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മെഡിക്കൽ ടേമിൽ പറയണമെങ്കിൽ ന്യൂ ബോൺ, ഇൻഫാൻസ്, പിന്നെ അഡോളസൻസ്, അഡൾട്ട്, ഇങ്ങനെ ചുരുക്കി പറയണമെങ്കിൽ ഈ 4 തരത്തിലാണ് കുട്ടികളെ ഞങ്ങൾ എന്താ പറയുക അവരുടെ വയസ്സ് കണക്കാക്കിയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് ഈ ന്യൂ ബോൺ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ ജനിച്ച കുട്ടികളാണ്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ഹെൽത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് കൂടുതൽ പറയേണ്ടിയില്ല. നമ്മൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് നടത്തുന്നുണ്ട്, മദർ അത് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ഒരുപാട് ഇപ്പോൾ ഫെസിലിറ്റീസും നമ്മുടെ അപ്ഡേറ്റ്സ് നോളേജും വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങൾ, ബേസിക് സ്ക്രീനിങ്ങുകൾ, ഹെൽത്ത് സ്ക്രീനിങ്ങുകൾ ഹോസ്പിറ്റലിൽ തന്നെ നടത്തിയിട്ടാണ് കുട്ടീനെ ഡിസ്ചാർജ് ആക്കി വിടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു OAE എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു കേൾവി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതടക്കം നമ്മൾ നടത്തിയിട്ടും ആദ്യത്തെ കുത്തിവെപ്പുകൾ ലൈക്ക് BCG, OPV ഒക്കെ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഇങ്ങനെ വേണമെന്ന് ഹെൽത്ത് കാർഡൊക്കെ കൊടുത്തിട്ടാണ് കുട്ടീനെ അങ്ങോട്ട് വിടുന്നത്. ആദ്യം തന്നെ ഒരു നിയോനെറ്റോളജിസ്റ്റും കുട്ടികളുടെ ഡോക്ടറും അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനോ കുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ കാണാറുണ്ട്.
ഒന്നാമത്തെ കാര്യം അവർക്ക് അറിഞ്ഞിട്ടുണ്ടോ, ശ്വാസം എടുക്കുന്നുണ്ടോ, അവരുടെ ബർത്ത് ഹിസ്റ്ററിയിലെ മദറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ല അവരുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ അറിയാം, ചിലപ്പോൾ മദർ പോസിറ്റീവ് ആവും, കുട്ടി നെഗറ്റീവ് ആവും, അങ്ങനെ എന്തെങ്കിലും RH ഇൻകമ്പാറ്റബിലിറ്റി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടോ, ഇത്രയേ അടക്കം സ്ക്രീനിങ്ങൾ നടത്തിയിട്ടും കുട്ടീനെ അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് ഒരു കുട്ടീനെ ഡിസ്ചാർജ് ആക്കി വിടുന്നത്. അതിനുശേഷമാണ് കുട്ടികൾ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടുന്ന് അവരുടെ ഓരോരോ സ്റ്റേജുകളും തുടങ്ങുന്നത്. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ നോക്കുമ്പോൾ എല്ലാ സ്കൂളുകളും നമ്മൾ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. എന്താ, ഹെൽത്ത് ഹാബിറ്റ്സുകൾ സ്കൂളുകൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി, അല്ല ബേസിക് മാനേഴ്സുകൾ അവർക്ക് സ്കൂളുകൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഹെൽത്ത് സെക്ടർക്ക് വരുന്ന മുന്നേ തന്നെ കുട്ടികൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്, അല്ലേ. ആദ്യം തന്നെ pre-KG തന്നെ കുട്ടികളുടെ ഹെൽത്ത് ഹാബിറ്റ്സ് എടുക്കുമ്പോൾ രാവിലെ ഏർലി ടു ബെഡ്, ഏർലി റൈസ്, നമ്മൾ നേരത്തെ ഉറങ്ങണം, രാവിലെ നേരത്തെ എണിക്കണം, ടേക്ക് ബാത്ത്, ബ്രഷ് യുവർ ടീത്ത്, അല്ലേ. കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നില്ല ടീച്ചേഴ്സ്. ടേക്ക് ബാത്ത്, ബ്രഷ് യുവർ ടീത്ത്, കോംബ് ഹാസ്, അല്ലേ, നെയിൽ കട്ട് ചെയ്തിട്ട് വരണം. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയണമെങ്കിൽ, ഒന്ന് അവരുടെ പേഴ്സണൽ ഹൈജീൻസ് ആണ്. അവർ സ്കൂളിലാണ് വരുന്നത്, ഇങ്ങനെ കുറേ കുട്ടികളുടെ കൂടെയാണ് അവർ ഇടപഴകുന്നത്. നമുക്കറിയാലോ, ഒരു കുട്ടിക്ക് ഒരു ചുമ ഉണ്ടെങ്കിൽ പിന്നെ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്ക് ചുമയായിരിക്കും. ഒരു കുട്ടിക്ക് ഒരു പനി വന്നാൽ പിന്നെ എല്ലാ കുട്ടികൾക്കും ആ പനി തുടങ്ങും. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ, ഒന്ന് കുട്ടികളെ ആദ്യം തന്നെ ഇപ്പം തന്നെ നമ്മൾ കാണാം അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സിൽ പ്രത്യേകം ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയണമെങ്കിൽ ഈ മൊബൈൽ ഫോൺസ്, അല്ലേ. ഇവിടെ തന്നെ കുട്ടികളിരിക്കുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണായിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരണം. ഒന്ന് അവർ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് നിന്ന് വന്നാൽ ഒന്ന് അവർ ബാത്ത് എടുക്കുന്നുണ്ടോ, കുളിക്കുന്നുണ്ടോ, പിന്നെ അവരുടെ കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നുണ്ടോ, എത്ര മണിക്കൂർ അവർ ഉറങ്ങുന്നുണ്ട്. കുറേ കുട്ടികൾ മൊബൈൽ ഫോണായിട്ട് കിടന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ മൊബൈൽ ഫോൺസ് കുറേ നേരം വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രാവിലെ കുട്ടികളെങ്കിലും തുടക്കത്തിൽ തന്നെ അത് നിങ്ങളൊരു ഡോക്ടറെയോ ഒരു ആവശ്യപ്പെട്ട ആൾക്കാരോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെതായ ലെവലിലേക്ക് എടുത്തയക്കും. പിന്നെ എന്തെങ്കിലും രാവിലെ അവർ അവിടെ നിന്ന് ഡ്രസ്സുകൾ, യൂണിഫോമുകൾ എന്നും നിങ്ങൾ അളക്കിയിട്ട് കൊടുക്കണം, അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നീറ്റായിട്ട് കുട്ടികൾ വരുമ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്, ഒരു വയസ്സാവുമ്പോൾ തന്നെ കുട്ടികളുടെ പ്രായം കഴിയുമ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കണം. എങ്ങനെയാണ് അവർക്ക് വാഷ് ചെയ്യേണ്ടത്, വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ സോഷ്യൽ. സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സാണ് കുറേ സമയം വീട്ടിൽ നിൽക്കുന്ന കാട്ടിൽ കുട്ടികൾ കൂടുതലുള്ളത് സ്കൂളിലാണ്. സ്കൂളിൽ നമ്മൾ ഇതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മഞ്ഞപ്പിത്തം വരുന്നത് വെള്ളത്തിലെ കൂടെയാണ്. ഈ വൈറൽ ഹെപ്പറ്റൈറ്റീസൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെള്ളം അവർക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം കുടിപ്പിക്കാൻ പഠിപ്പിക്കാം, അത് സ്കൂളിൽ അവൈലബിൾ ആയിരിക്കും. ടോയ്ലറ്റ് ട്രെയിനിങ്, ഹൈജീനുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അവരുടെ കുത്തിവെപ്പുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ബേസിക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ഹെൽത്ത് കാർഡുകൾ കൊടുത്തു വിടുന്നുണ്ട്. അതിൽ ആ സമയം അനുസരിച്ച് ഇത്ര പ്രായത്തിൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര സമൂഹത്തിൽ ഇത്ര ഇടവേളി വിട്ടിട്ട് നമ്മൾ ഇന്ന കുത്തിവെപ്പ് നടക്കുന്നുണ്ട്. അത് ചില ഇത് നമ്മൾ ഓപ്ഷണലായിട്ട് എടുക്കും, ബൂസ്റ്റർ ഡോസുകളൊക്കെ. അതല്ലെങ്കിലും ബേസിക് കുത്തിവെപ്പാണെങ്കിലും കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ അതുകൊണ്ടിട്ടാണ് കുറേ പിന്നീട് അവർക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട്. പിന്നെ അടുത്ത് വരുന്നത് അവരുടെ ഭക്ഷണ രീതികൾ, ന്യൂട്രീഷണൽ അസസ്മെൻ്റ് എന്ന് പറയും. കുറേ കുട്ടികളുടെ അടുത്ത് നമ്മൾ കാണുന്ന 2 അസുഖം പറയാം, ഈ മറാഷ്മസ്, ക്രോഷിയക്കർ എന്നൊക്കെ മെഡിക്കൽ ടേമിൽ പറയും. അനീമിയ, രക്തക്കുറവ്. അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രത്യേകം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം എന്താണ്, ഫാസ്റ്റ് ഫുഡാണ്, അല്ലേ. പുറത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം ആർക്കും വേണ്ട, എല്ലാവർക്കും നോൺ വെജാണ് താല്പര്യം, അല്ലേ. ഇറച്ചി മീനാണെങ്കിൽ കുട്ടികൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇതുകൊണ്ടാണ് കുറേ വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ അവർക്ക് വരുന്നത്, കാൽഷ്യം, വൈറ്റമിൻ കുറവുകളൊക്കെ. പിന്നെ അവർ എന്തായാലും സ്കൂളിലാകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ട് വൈറ്റമിൻ ഡി അവർക്ക് കിട്ടിക്കോളും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, കൾച്ചറൽസ്, അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിങ്ങുകൾ, അവർക്ക് പീരിയോഡിക്കൽ സ്ക്രീനിങ് ഉണ്ട്, അത് സ്കൂളുകളൊക്കെ ഇപ്പോൾ ക്യാമ്പയിൻസ് ആയിട്ട് നടത്താറുണ്ട്. അവരുടെ അടുത്ത് പിന്നെ ഉള്ളത് എന്തെങ്കിലും ഒരു ഡിസോർഡേഴ്സ് നിങ്ങൾ കാണും. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വയസ്സിലുള്ള സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളിലെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഓവർ ആക്റ്റീവാണ്, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയും. അതുപോലെ എന്തെങ്കിലും നിങ്ങൾ അബ്നോർമൽ കാര്യങ്ങൾ കണ്ടാൽ അത് ടീച്ചേഴ്സിനെയോ ആരെങ്കിലും ഒന്ന്
നിങ്ങൾ ബോധ്യപ്പെടുത്തണം. അതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അത് നിങ്ങൾ ശരിയാക്കാം. ഈ സ്പീച്ച് തെറപ്പിയൊക്കെ ഉണ്ട്. കുറേ കുട്ടികളുടെ ചിലപ്പം ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഒന്നും ആദ്യം നമ്മൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കുട്ടികളുടെ നമ്മുടെ അത് നിങ്ങൾ ആരെങ്കിലും ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്താൽ ജസ്റ്റ് ഒരു റിലീസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതേപോലെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, ടീച്ചേഴ്സ് ഇപ്പോൾ ക്ലാസ്സുകളിലെ കുട്ടികൾ മറ്റു കുട്ടികളോട് ഇടപഴകുമ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അവരുടെ അടുത്ത് എന്തെങ്കിലും ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ടോ അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒന്ന് പാരൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്കൊരു റെഫറൽ സർവീസസ് കൊടുക്കാം. എല്ലാ ഹോസ്പിറ്റൽസുകളും ഇപ്പോൾ പ്രത്യേകിച്ച് MKH ഒക്കെ എടുക്കുമ്പോൾ അവിടെ 10-12 പീഡിയാട്രീഷ്യൻ കുട്ടികളുടെ ഡോക്ടറുണ്ട്. ചെറിയ ചെറിയ ന്യൂബോൺ 500 ഗ്രാം 300 ഗ്രാം അടക്കം ജനിക്കുന്ന കുട്ടികളെ കെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്കി വിടുന്ന കുട്ടികളുടെ ICUകൾ വിത്ത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അവിടെ എല്ലാ തെറപ്പികളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഒരു റെഫറൽ സർവീസസിന് നിങ്ങൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം ഇത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ നാളെ ഈ ഭാവി എന്താവും, ഇത് പറയാണ്ടിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ചുരുക്കി പറഞ്ഞെങ്കിൽ അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സ് ശ്രദ്ധിക്കുക, ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്, അവരുടെ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പീരിയാഡിക്കൽ സ്കൂൾ ഹെൽത്ത് സ്ക്രീനിങ്. അതിപ്പോൾ നമ്മൾ KP സാറായിട്ട് MK ഹാജി മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹെൽത്ത് പ്രോഗ്രാംസ് ആയിട്ട് സ്പെഷ്യലി ഫോർ ഫീമെയിൽസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ നിങ്ങൾക്കറിയാം എല്ലാ സ്കൂളുകളും ഹെൽത്ത് കാർഡുകൾ ഇപ്പം നിർബന്ധമാണ്. അവർക്ക് തന്നെ പീഡിയാട്രിക് അസസ്മെൻറ്റ് നടത്തലും ഡോക്ടർമാർ കാണുന്നതും കുത്തിവെപ്പിൻ്റെ റെക്കോർഡ്സ് ഇപ്പം മസ്റ്റായിട്ട് എല്ലാവരും കീപ്പപ്പ് ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോൾ അതുപോലെ നടത്തിയിട്ട് നമ്മൾ കുറച്ച് ക്യാമ്പുകൾസൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. ഇനി ഒരു സന്തോഷ കാര്യം കൂടെ പറയാം. കുട്ടികളില്ലാത്തവർ വിഷമിക്കണ്ട. അതിനും നമുക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ PCOD ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. PCOD ഒക്കെ ഇന്നത്തെ സിറ്റുവേഷനിൽ മെഡിക്കൽ ഫെസിലിറ്റീസിൽ ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാ തരം ഇൻഫെർട്ടിലിറ്റിയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു ബ്രദറുണ്ട്, ഞാൻ സിംഗിളാണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ കുറേ ഇങ്ങനെ PCOD, പ്രൊലാക്റ്റിന്, പിന്നെ യൂട്രസ് ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ എന്നാലും ദൈവം സഹായിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ട്രിപ്ലറ്റ്സ് ആണ്. ഇപ്പോൾ അവർ ഇതേപോലെ കുട്ടികളായിട്ട് 2 ആണും 1 പെൺകുട്ടിയും, 2 പെൺകുട്ടിയും 1 ആണും, ഇതുപോലെ 5 വയസ്സ് ഹെൽത്തിയാണ് അവർ. അപ്പോൾ അതുപോലെ ഒരുപാട് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് ഈ സൗകര്യം MKG ഹോസ്പിറ്റലിലും ഉണ്ട്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുക്കുള്ള എല്ലാ സംഭവങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഏകദേശം 10-72 ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആൻറ്റിനേറ്റൽ സമയത്തൊക്കെ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ എല്ലായിടത്തും, ഈവൻ ഓൺകോളജി. നമ്മളിപ്പോൾ മാഡം പറഞ്ഞ പോലെ ഈ ക്യാൻസർ വരുമോ എന്നുള്ള ഒരു പേടിയിലാണല്ലോ ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അതിനുണ്ട് നമുക്ക് ഹെൽത്തി പ്രീ ഡിറ്റക്റ്റിംഗ് സ്ക്രീനിങ് അടുത്തുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലായിട്ടോ ഒഫീഷ്യലായിട്ടോ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്.